വെറുതെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ. അന്നദാതാവായ പൊന്നു തമ്പുരാൻ, അഖില കേരള ചക്രവർത്തി, മന്നെ സുൽത്താൻ, ഷംഷർ ജംഗ്, വഞ്ചിക്ഷേമ കിരീടപതി, കുലശേഖര കിരീടപതി പിണറായി മഹാരാജാവ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നിയമസഭാ രേഖകളിലൊക്കെ പരാമർശിക്കുമ്പോൾ ഇങ്ങനെ വേണം പരാമർശിക്കും. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ ഭർത്താവ് വായിക്കുവാൻ. കണ്ടില്ലേ, ഒന്ന് ബഹുമാനിച്ചൂടെ? നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പുതിയ സർക്കുലർ ഇറക്കിയിരുന്നു. ഇനി മേലിൽ നമ്മുടെ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ അഡ്രസ് ചെയ്ത് ഏതെങ്കിലും ഒരു കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഈ കൂട്ടരെ പരാമർശിക്കുന്നതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട എന്നുള്ള ഒരു വാക്ക് അവരുടെ ഡെസിഗ്നേഷന് മുമ്പ് ചേർക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഈ ബഹുമാനം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന കാര്യമല്ല. ആളുകളുടെ ഉള്ളിൽ നിന്ന് സ്വയമേവ ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ്. അപ്പോഴേ ബഹുമാനിക്കൂ. അല്ലെങ്കിൽ ആ തോളത്ത് കിടക്കുന്ന രണ്ടാം മൂട്ട് എടുത്ത് അരയിൽ കിട്ടുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാവും. മറ്റുള്ളവർ നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറാവൂ എന്ന് പ്രതീക്ഷിക്കുന്നതാണ് തെറ്റ്. കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. TMS നമ്പൂതിരിപ്പാട്, R ശങ്കർ, അച്യുത മേനോൻ, CH മുഹമ്മദ് കോയ, PK വാസുദേവൻ നായർ, AK ആന്റണി, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, ഏറ്റവും ഒടുവിൽ നമ്മുടെ കാരണഭൂതൻ വരെ മുഖ്യമന്ത്രി വരെ. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. ഇവർക്ക് ആർക്കും ഈ സമയത്ത് ബഹുമാനം കുറഞ്ഞു പോയി എന്നൊരു തോന്നലുണ്ടായിരുന്നില്ല. ജനങ്ങൾ അവരെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ബഹുമാനിച്ചു. അല്ലാണ്ട് അന്നദാതാവായ പൊന്നു തമ്പുരാൻ എന്ന രീതിയിലൊന്നും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയാണ് കേരളീയർ ഒരിക്കലും ആദരിച്ചിട്ടില്ല, ബഹുമാനിച്ചിട്ടില്ല, ബഹുമാനിക്കുകയില്ല. അവർ നമ്മളോട് കാണിക്കുന്ന ബഹുമാനത്തിനനുസരിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്, അല്ലെ അങ്ങനെയല്ലേ കൊടുക്കുള്ളൂ. മലയാളികളുടെ സ്വഭാവം നമുക്കറിയാം. ആ മുഖ്യമന്ത്രി ശരി മുഖ്യമന്ത്രി, അത്രേ ഉള്ളൂ. അത് ശരിയാ. ആ രീതിയിലുള്ള ബഹുമാനമൊക്കെ എല്ലാ മുഖ്യമന്ത്രികൾക്കും കിട്ടിയിട്ടുണ്ട്. ഒരു കഴിവില്ലാത്ത, നിറമോ മണമോ ഗുണമോ ഇല്ലാത്ത AK ആന്റണിക്ക് പോലും അദ്ദേഹം അർഹിക്കുന്ന രീതിയിൽ ന്യായമായ രീതിയിലുള്ള ബഹുമാനം കിട്ടിയിട്ടുണ്ട്. നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നോള കൂട്ടത്തെ എനിക്കിട്ട് താങ്ങ. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ജനങ്ങളുടെ ആ സ്നേഹാദരവുകൾ പിടിച്ചു പറ്റിയത്. അത് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖയാണോ? അപ്പൊ അങ്ങനെ നമ്മുടെ കാരണഭൂതന്റെ ഭരണം 9 കൊല്ലം കഴിഞ്ഞ് 9.5 കൊല്ലം കഴിഞ്ഞ് 9.25 കൊല്ലം ആയപ്പോഴാണ് പെട്ടെന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഒരു അണ്ടർ സെക്രട്ടറിക്ക് ഒരു ഉൾവിളി ഉണ്ടായത്. ഭരണപരിഷ്കാര വകുപ്പിൽ നിന്നാണ് ഈ കിതാബ് അല്ലെങ്കിൽ ഈ കടലാസ് വന്നിട്ടുള്ളത്. ഭരണപരിഷ്കാര വകുപ്പ് എന്ന് പറഞ്ഞാൽ P&ARD എന്ന് പറയും. ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വകുപ്പാണ്. അത് മുഖ്യൻ നേരിട്ട് ഭരിക്കുന്നതാണ്. ആ വകുപ്പിൽ നിന്ന് ഒരു ഇണ്ടാസ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിമേലിൽ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ പരാമർശിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്നൊക്കെ വേണം ഇനിമേലിൽ പറയാൻ. ബഹുമാനമില്ലാതെ വെറുതെ മുഖ്യമന്ത്രി എന്നു, വെറുതെ റവന്യൂ മന്ത്രി എന്നു, വെറുതെ കൃഷി മന്ത്രി എന്നു, വെറുതെ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി എന്നു, വെറുതെ ഈ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി എന്നു പറയാൻ പാടില്ല. ഇത്തരം ക്ലീശേ വാക്കുകൾ സർക്കാരുകൾ ഒഴിവാക്കുന്ന കാലമാണ്. ഇതിനിടയിലാണ് പിണറായി സർക്കാരിന്റെ പുതിയ ഉത്തരവ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെ ഒരുപക്ഷെ അടിയന്തര ശ്രദ്ധ ഉദ്യോഗസ്ഥരുടേത് പതിയേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ പോകുന്നതിന് പകരം ഇവിടെ ബഹു എഴുതിയിട്ട് കുത്തിട്ടിട്ടുണ്ടോ, അത് എത്ര തവണ ഇട്ടിട്ടുണ്ട്, എത്ര തവണ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഈ ഒരു മറുപടിയിൽ പരാമർശിച്ചിട്ടുണ്ട്, ആ സമയത്തെല്ലാം ബഹുകുത്ത് ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥർ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി അനാവശ്യമായിട്ട് സമയം പാഴാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയെ പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ട ചേർക്കണം. അപ്പോൾ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി എന്ന് പറയും. ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രിണി വീണ ജോർജ്. ശിവൻകുട്ടിയുടെ ആരും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പുള്ളി ആളുകൾക്ക് ഇപ്പൊ തന്നെ ഭയങ്കര ബഹുമാനം. വെറുതെ വകുപ്പ് മന്ത്രി എന്ന് എഴുതാൻ പാടില്ല. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാലേ ഇനി മേലിൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും ആ വില്ലേജ് ഓഫീസർമാർക്കാണെങ്കിലും ഒക്കെ അവർക്ക് മേലിൽ ശമ്പളം കിട്ടുള്ളൂ. എന്താണ് അതിന്റെ ഉദ്ദേശം? ഇത് ഒരുതരം മാടമ്പിത്തരമാണ്, ഒരുതരം ഫ്യൂഡൽ മനോഭാവമാണ്. അങ്ങനെ ബഹുമാനപ്പെടുത്താൻ പോവുകയാണ്. ബഹുമാനപ്പെട്ടാന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വലിയ പെടലും ഉണ്ട്. ഇനി മേലിൽ കേരളീയരെ മൊത്തത്തിൽ ബഹുമാനിപ്പിക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ സർക്കാരിന്റെ ഈ പുതിയ ഇണ്ടാസ് വന്നിട്ടുള്ളത്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമ. അപ്പൊ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വേണം ഇതിന് പറയാനായിട്ട്. അല്ലാതെ പറയുന്നവരുടെ റേഷൻ കാർഡിൽ അരി വെട്ടും, അരിയും കിട്ടില്ല, മണ്ണെണ്ണ കിട്ടില്ല. രാജഭരണവും ഇപ്പോഴത്തെ ഭരണവും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ലല്ലോ, ആജ്ഞാപിക്കലാണോ? അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് ബഹുമാനമല്ല, പുച്ഛം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിക്ക് ആ ഒരു നിവേദനം സമർപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പരാതി അയക്കുകയാണെങ്കിൽ എങ്ങനെ വേണം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വായിച്ചറിയുന്നതിലേക്ക് എന്ന് പറഞ്ഞാൽ
ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അയക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട അത്യുന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു അവർകൾ വായിച്ചറിയുന്നതിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അയക്കാൻ. അതിനിപ്പോ വിജയരാഘവൻ വീട്ടിൽ ചെല്ലുമ്പോൾ ബിന്ദുവിനെ ബഹുമാനപ്പെട്ട ബിന്ദു എന്ന് വിളിക്കണം, അല്ലെങ്കിൽ സംഗതി പ്രശ്നം. കാര്യം പുള്ളി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, അതിൽ കാര്യമില്ല. ബിന്ദു മന്ത്രിയാണ്, അവിടെയാണ് പ്രശ്നം. നേരത്തെ ഈ ഗൗരിയമ്മയ്ക്കുള്ള കാലത്ത് മന്ത്രി എന്ന് പോലും പറയണ്ട, ഗൗരിയമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു. പി എസ് ശ്രീനിവാസൻ, കെ എം മാണി സാർ, ബേബി ജോൺ, ആളുകൾ ബഹുമാനിക്കും. കാരണം അവർക്ക് കഴിവുണ്ടായിരുന്നു, കാര്യങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു, ഫയൽ വായിച്ചാൽ മനസ്സിലാവുമായിരുന്നു, ഇംഗ്ലീഷും മലയാളവും സംസാരിക്കാൻ അറിയാമായിരുന്നു. അപ്പോൾ മന്ത്രിമാർക്ക് ഇങ്ങനെ ബഹുമാനപ്പെട്ട എന്ന് എഴുതി വെപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നാഴേക്ക് 40 വട്ടം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്നൊക്കെ പറഞ്ഞ് എഴുതുകയോ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ബഹുമാനം എന്നുള്ളത് അങ്ങനെയൊന്നും കിട്ടില്ല എന്നുള്ളത് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്ന ആൾക്കാരും ഈ ഉത്തരവ് കണ്ട് സംതൃപ്തരായിരിക്കുന്ന ആൾക്കാരും ഒരേപോലെ മനസ്സിലാക്കേണ്ടതാണ്. ബഹു എന്നാക്കിയാലും മതി എന്ന് പറഞ്ഞിട്ട് അതാണ് എനിക്ക് ബഹു രസമായിട്ട് തോന്നിയത്. ബഹു മുഖ്യമന്ത്രി, ബഹു റവന്യൂ മന്ത്രി, ബഹു മൃഗസംരക്ഷണ മന്ത്രി, ബഹു കായിക വകുപ്പ് മന്ത്രി. ബഹുമാനം മുഴുവൻ വേണമെന്നില്ല, ബഹുമാനത്തിന്റെ പിടത്തൽ കഴിച്ച് വെറും ബഹു വെച്ച് നമുക്ക് ബഹുമാനിക്കാം. പക്ഷേ ഈ ഗൗരിയമ്മയ്ക്കോ പി എസ് ശ്രീനിവാസനോ ബേബി ജോണിനൊന്നും ബഹുവിന്റെ ആവശ്യമില്ലായിരുന്നു. അവരാളുകൾ അല്ലാതെ തന്നെ ബഹുമാനിക്കും, കാരണം അവർക്ക് കാര്യപ്രാപ്തി ഉണ്ടായിരുന്നു. നാട്ടുപുറത്ത് ഭാഷ പറഞ്ഞാൽ തലക്കകത്ത് കിണുസ്തേണ്ട, അല്ലെങ്കിൽ തലയിൽ കൃഷ്ണി ഉണ്ടായിരുന്നു എന്ന് പറയും ചില സ്ഥലത്ത്. കാരണം തലയിൽ കൃഷ്ണിയുള്ളവരെ ആളുകൾ അല്ലെങ്കിൽ ബഹുമാനിക്കും, ഇല്ലാത്തവർക്ക് ഇത് എഴുതി വെച്ച് ബഹുമാനിപ്പിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒരു സർക്കുലറിൽ അടിച്ചു വെച്ചതുകൊണ്ടോ അതിന്റെ പേരിൽ ഇനിയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനിലും ബഹുകുത്ത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുകൊണ്ടോ ഒരാൾ ബഹുമാനിതനാകുന്നില്ല. ആ ബഹുമാനം എന്നുള്ളത് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്. ഇപ്പൊ വീണ ജോർജിനെ ബഹുമാനിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ബഹുമാനം വരില്ല അവരുടെ ഭരണത്തിന്റെ മേന്മ കൊണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ സർക്കാർ ബഹുമാനപ്പെട്ട എന്ന് എഴുതി വെപ്പിക്കാൻ പോകും. പക്ഷെ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്, പ്രോട്ടോകോളിന്റെ ഒരു വിഷയമുണ്ടെന്ന് വെച്ചാൽ ഈ സാധാരണ മന്ത്രിമാരെയൊക്കെ ഇപ്പൊ ബിന്ദുവിനോ വീണ ജോർജിനോ അതിൽ ഈ അബ്ദുറഹ്മാനെയൊക്കെ നമുക്ക് ബഹുമാനപ്പെടൽ കൊണ്ട് നിർത്താം. മുഖ്യമന്ത്രിക്ക് അത് മതിയോ? അത് പോരാ. ഭയങ്കരമായ ആള്. മുഖ്യമന്ത്രിയെ പോലെ മഹാനായ ഒരു വ്യക്തിയെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ. മുഖ്യമന്ത്രി വാഴ്ത്തപ്പെട്ട മുഖ്യമന്ത്രി എന്നാണെങ്കിൽ കുറച്ചുകൂടി കുഴപ്പമില്ല. അല്ലെങ്കിൽ അന്നദാതാവായ പൊന്നു തമ്പുരാൻ, വഞ്ചി ഭൂപതി, കുലശേഖര കിരീടപതി, മന്നെ സുൽത്താൻ, ഷംഷർ ജഗ് എന്നൊക്കെയുള്ള ചില ടൈറ്റിൽസ് ഉണ്ടായിരുന്നു പണ്ട് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാ. അതുപോലെ വല്ലതൊക്കെ ഇദ്ദേഹത്തിന് കൊടുക്കാം. പക്ഷെ അത് ഈ സമിതി നടക്കത്തില്ല. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ജനസേവകൻ എന്നതിനേക്കാൾ ഉപരിയായി ഒരു രാജാവിന് സമാനമായിട്ടുള്ള ഒരു സീറ്റിലേക്ക് ഇവരെയൊക്കെ തന്നെ ഇരുത്തുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെയുള്ള പൊന്നു തമ്പുരാൻ അല്ലെങ്കിൽ കാണപ്പെട്ട ദൈവം, അഖില കേരള ചക്രവർത്തി പിണറായി മഹാരാജാവ് പലപ്പോഴും ഒരു രാജാവിനെ പോലെ നമ്മുടെ മുഖ്യമന്ത്രി പെരുമാറുന്നു എന്ന വിമർശനം മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഈ ഫയൽ നോക്കിയേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. രാജവാഴ്ച കാലത്തെ പോലെയുള്ള ടൈറ്റിൽസ് കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അതൊക്കെ പണ്ടുള്ള ആളുകൾ ഒരുപാട് ആലോചിച്ച് ഉണ്ടാക്കിയ ബലിതങ്ങളും ബഹുമതികളും തന്നെ. അങ്ങനെ ഉള്ളൊരു കാലത്തേക്ക് നമ്മൾ പോവുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായിരുന്ന സ്വപ്ന സുരേഷ് എല്ലായ്പ്പോഴും മുഖ്യമന്ത്രിയെക്കുറിച്ച് പരാമർശിക്കുന്ന സമയത്ത് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നാണ് പറയുന്നത്. എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ അത്രയും തവണയും ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം അതെ, കാര്യമുണ്ട് അതുകൊണ്ടാ. ഒരു തവണയല്ല 50 തവണ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞാലോ ബഹു എഴുതി കുത്തിട്ടാലോ അവർക്കുള്ളത് ബഹുമാനമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കേൾക്കുമ്പോൾ മനസ്സിലാകും. അവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.